ഗുസ്തി താരം ബജ്റംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് സസ്പെൻഡ് ചെയ്തത്. ഡോപ്പിംഗ് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ പുനിയ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി സി ജോസഫ് ചേരുകയാണ്. സിബി, വലിയ തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാരത്തിനൊക്കെ ഈ ബജ്റംഗ് പുനിയ നേരത്തെ വിധേയനായിട്ടുണ്ട്. നിലവിൽ ഈ ഡോപ്പിംഗ് ഏജൻസിക്ക് സാമ്പിൾ നൽകാത്തതാണ് ഈ നടപടിക്ക് പിന്നിലെന്ന് അറിയുന്നു. എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, ഈ മാർച്ച് 10 സോനിപ്പട്ടിലെ ഹരിയാനയുടെ സോനിപ്പട്ടിൽ ഒരു ട്രയൽ മത്സരത്തിൽ അന്ന് സാമ്പിൾ നൽകാൻ, അതായത് ഈ ഒരു ഉത്തേജക പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ നൽകാൻ വേണ്ടി ബജ്റംഗ് പുനിയ വിസമ്മതിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇടക്കാലം സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായാലും ഇത് ഇപ്പോൾ പൂർണ്ണമായും ഒരു സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഒരു ഉത്തേജക ഏജൻസിയെ നാട വ്യക്തമാക്കുന്നത് ഡോപ്പിംഗ് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വേണ്ടി പുനിയ വിസമ്മതിച്ചു എന്നുള്ളതാണ്. ജൂലൈ 11-നകം ഈ ഒരു നോട്ടീസിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നോട്ടീസും ഇപ്പോൾ ഈ നാട പുനിയയ്ക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ ജൂലൈ 11 സമയമുണ്ട്. അപ്പൊ കഴിഞ്ഞ ഈ മാർച്ചിൽ നടന്ന മത്സരത്തിൽ അന്ന് ഇത്തരത്തിൽ ഈ ഒരു സാമ്പിൾ നൽകാൻ ബജ്റംഗ് വിസമ്മതിച്ചിരുന്നു. അതിന് കാരണമായി ബജ്റംഗ് ചൂണ്ടിക്കാട്ടിയത് കാലഹരണപ്പെട്ട കിറ്റുകളാണ് ഇത്തരത്തിൽ സാമ്പിളിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞത്. എന്നാൽ അതിൽ ഇത്തരത്തിൽ അതൃപ്തി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സിജു പറഞ്ഞ പോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്കെല്ലാം തന്നെയും പോയ ആൾ കൂടിയാണ് ബജ്റംഗ് പുനിയ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ ഒരു കരട് കൂടിയാണ് ഈ ഒരു ബജ്റംഗ് പുനിയ എന്ന താരം. സ്വാഭാവികമായി വിവരങ്ങൾ നൽകിയത്. ഗുസ്തി താരം ബജ്റംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് സസ്പെൻഡ് ചെയ്തത്.